ഗായ്സ് ഉച്ചയായപ്പം സക്കീർ എന്നെ വിളിക്കാൻ വന്നതാട്ടോ. അവൻ്റെ വീട്ടിലെന്തോ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കണമല്ലോ, അത് കഴിക്കാൻ പോകാമെന്ന്. ഞാൻ അവൻ്റെ പേരും കാറിൽ കയറി അവൻ്റെ വീടിൻ്റെ അടുത്ത് തിട്ടോ. അവൻ്റെ വീട്ടിലേക്ക് കയറാൻ ഗേറ്റിൻ്റെ മുകളിൽ പൂവ് അങ്ങനെ അടിപൊളിയല്ലേ. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അവൻ്റെ വീട്ടിലെത്തി മോനായിട്ട് കുറച്ച് സമയം കളിച്ചിരുന്നപ്പോൾ ഓന് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. ഓൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടി ഉണ്ട് കഴിക്കാൻ. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാട്ടോ. നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഫ്രൂട്ട്സ് പിന്നെ പായസം, അടിപൊളി, വയറ് ഫുള്ളായിട്ട്. കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഓൻ തന്നെ എന്നെ തിരിച്ച് റൂമിലേക്ക് ആക്കി തരുകയും ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ റൂമിലെത്തി വീട്ടിലേക്ക് വിളിച്ച് മോളോട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് വൈകുന്നേരം ആയപ്പം കോർണീഷ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് എൻ്റെ റൂമിൽ 1 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ കോർണീഷിലേക്ക്. അവിടെ നല്ല ഫ്രഷ് മീൻ. അങ്ങനെ ഞാൻ നടന്ന് കോർണീഷിലെ മീൻ മാർക്കറ്റിൽ എത്തിയിട്ടോ. നല്ല തിരക്കുണ്ടെന്ന് ഇവിടെ. ഫ്രഷ് മീനായത് കൊണ്ട് എല്ലാവരും വാങ്ങാനും വരും. ഐസിലിടാത്തതാണല്ലോ. ഒരു പ്രശ്നമേ ഉള്ളൂ, കട്ട് ചെയ്ത് തരില്ല. നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ട് മീൻ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ മാർക്കറ്റിലേക്കും പ്രൈസ് കുറഞ്ഞിട്ട് മീൻ ഇവിടുന്ന് വാങ്ങാനും പറ്റും. അവിടുന്ന് ഞാൻ നടന്ന് മീൻ പിടിക്കാൻ പോകണ ബോട്ടുകൾ സൈഡാക്കി വെച്ച സ്ഥലത്തേക്ക് പോയി. ഈ നാളെ പൊലിച്ചക്കട ഇവർ മീൻ പിടിക്കാൻ പോകുക. അതിനുള്ള വലകളൊക്കെ ബോട്ടിൽ ഫുള്ള് സെറ്റാക്കി വെച്ചു. അവിടുന്ന് തിരിച്ച് വന്ന് മാർക്കറ്റിൽ വന്ന് കുറച്ച് മീനും വാങ്ങി റൂമിലോട്ട് പോവുക കേട്ടോ. പോണ വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ആപ്പിളും സലാഡും ഒരു ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് റൂമിലെത്തിട്ടോ. റൂമിലെത്തിയപ്പം ഒരാഗ്രഹം, കുറേ കാലമായി കൊച്ചിക്കോയ ഉണ്ടാക്കി തന്നിട്ട് അതിനുള്ള പാലും പഴമൊക്കെ ഇവിടെ ഉണ്ട്. പൂവമ്പഴവും പഞ്ചസാരയും ഒരു പാത്രത്തിലിട്ട് നല്ലോണം കുത്തി ഒടിച്ചെടുത്ത് അതിലേക്ക് പാലും ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ട് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് കുറച്ച് അവിലിട്ട് ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കഴിച്ചപ്പം എൻ്റെ ചെങ്ങായിമാരെ വേറെ ലെവലാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.